ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഒരു ട്രാവൽ വ്ളോഗാണ്. ഡാരി ഈ ട്രെയിനിലിരുന്ന് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ബ്രൈറ്റണിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇവൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ. ഈ ഇടയായിട്ട് ബസ്സിലാണെങ്കിലും ശരി ട്രെയിനിലാണെങ്കിലും ശരി ട്രാവൽ ചെയ്യുമ്പോൾ അവൻ ഒറ്റയ്ക്കിരിക്കണം. അതാണ് അവൻ്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഇതുപോലെ ആരും ഇല്ലാത്ത സീറ്റിൽ ഒറ്റയ്ക്ക് നിന്ന് കാണുക. എന്തല്ലേ ടോഡ്ലർ ഫേസ്. ഇപ്പം ഞാനും ഈ സീറ്റിന് അടുത്തുള്ള ഒഴിഞ്ഞ സീറ്റിൽ വന്നിരുന്നാൽ അവൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീണ്ടും അടുത്ത ഒറ്റയ്ക്കുള്ള സീറ്റിൽ പോകും. അപ്പോൾ ശരി, ബ്രൈറ്റണിലോട്ട്. പാലസ് പിയറിലാണേ നമ്മൾ വന്നേക്കുന്നത്. ഡാരിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അവനവിടെ ഓടിക്കളിച്ച് നടക്കുമായിരുന്നു. അവനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്കാണ്. പിന്നെ ഇത്തവണത്തെ വരവിലൊരു പ്രത്യേകതയുണ്ട്. ഇതിന് മുന്നേ ഞങ്ങളിവിടെ ഒത്തിരി തവണ വന്നിട്ടുണ്ടെങ്കിലും ഇത് ഡാരിനെ കൊണ്ടുവരുന്ന ഫസ്റ്റ് ടൈമാണ്. ഞങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ, ഏഞ്ചൽ എന്ന അവളുടെ പേര്. ഡാരിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് വേണേൽ പറഞ്ഞു. എന്തായാലും ഞങ്ങളതേ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. കളിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഗെയിമാട്ടോ, ഡീൽ ഓർ നോ ഡീൽ. പണ്ടത്തെ നമ്മൾ TV റിയാലിറ്റി ഷോയിൽ കണ്ടുകൊണ്ടിരുന്ന സാധനം. കളി ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഞാനാണെങ്കിൽ അവർ ബോക്സ് നമ്പർ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ അതിനനുസരിച്ച് നമ്പർ സെലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഹയർ നമ്പറൊക്കെ പോകുമ്പോഴത്തേക്കും ആദ്യം വരുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ എന്തോ ഞാൻ അത് ഇറ്റ്സ് എ ഗുഡ് തിങ് എന്ന രീതിക്കായിരുന്നു എൻ്റെ റിയാക്ഷൻ. സംഭവം ശരിക്കും നമുക്ക് ബ്ലൂ വൺസായിരുന്നു എലിമിനേറ്റ് ആക്കേണ്ടിയിരുന്നത്. പക്ഷേ എനിക്ക് കളി മനസ്സിലായില്ല. ഞാൻ ആദ്യമേ എൻ്റെ 200 ഓപ്പണായി. ഞാനെൻ്റെ സന്തോഷം കണ്ടോ മുഖത്തുള്ള കോമഡി ആയിരുന്നു. എന്നിട്ട് ഇതിനിടയ്ക്ക് ഗോഡ്വിൻ ഒരു നമ്പർ പറയുന്നുണ്ട് കേട്ടോ. നമ്പർ 8 ആണ് ഗോഡ്വിൻ പറഞ്ഞത്. ഞാൻ അത് സെലക്ട് ചെയ്തു. അത് പക്ഷേ ബ്ലൂ എന്നാണ് കിട്ടിയത്. എന്നിട്ട് ഞാൻ ഗോഡ്വിനെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, എന്തിനാ എന്നെ ചെറുതെടുപ്പിച്ചേ എന്ന രീതിക്ക്. ഇപ്പോൾ റിയാക്ഷൻ കണ്ടോളൂ കേട്ടോ. കളി മനസ്സിലായില്ല എന്തായാലും. പക്ഷെ നല്ല രസമായിരുന്നു. ഞാൻ ഓരോ റെഡ് വരുമ്പോഴും എൻ്റെ സന്തോഷം കണ്ടാൽ ഞാനെന്തോ കാര്യമായിട്ട് കളിക്കുന്ന പോലെയായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവരുടെ റിയാക്ഷൻ എന്തായിരുന്നു എന്ന് ഞാൻ തിരിഞ്ഞിരുന്നുകൊണ്ട് എനിക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടും ചമ്മിയില്ല, അല്ലെങ്കിൽ ചമ്മിയത് നാട്ടുകാരറിഞ്ഞില്ല. കളി മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ആദ്യം അവർ ഡീലോ നോ ഡീലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഡീല് പറയുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ആദ്യത്തേത് 6 ടിക്കറ്റ്സ് കിട്ടി. ഭയങ്കര സന്തോഷം എല്ലാവർക്കും. സംഭവം ഞങ്ങളുടെ 3 പേർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. ഞാനെടുത്ത ബോക്സിലുണ്ടായിരുന്നത് നമ്പർ 1. ശരിക്കും ഈ ഗെയിം കഴിഞ്ഞപ്പോഴാണ് അതെങ്ങനെയാണ് കളിക്കേണ്ടിയിരുന്നതെന്നുള്ളത് ബോധം വച്ചത് ഞങ്ങൾ 3 പേർക്കും. എന്തായാലും ഞാൻ ആ കളിച്ചപ്പോൾ സന്തോഷവതിയായിരുന്നു. വീണ്ടും വന്നു കളി ഇഷ്ടപ്പെട്ടിട്ട്. ഇത്തവണ ഡാരിയാണ് ഹോട്ട് സീറ്റിൽ. കളി എന്താകും എന്നിപ്പോൾ കണ്ടറിയാം. നമ്പേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രസ് ചെയ്യാനുള്ളത് കൊണ്ട് ഡാരിക്കും കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. കുട്ടികളുടെ ഇതിൽ കൊണ്ടുപോയിട്ട് അവന് അത് കളിക്കണ്ട, അതിൽ ഞങ്ങളാണ് കളിച്ചത് അവസാനം. പക്ഷേ ഇത് അവന് ഇഷ്ടപ്പെട്ടു. നമ്പേഴ്സ് ഇങ്ങനെ ഓരോന്ന് പറയുന്നതിന് മുന്നേ പ്രസ് ചെയ്യുന്നതും അവർ ചോദിക്കുന്നതിന് മുന്നേ ഡീല് പ്രസ് ചെയ്യുന്നതും ഒക്കെ ആയിരുന്നു ഡാരിക്ക് ഇഷ്ടം. ഇത്തവണത്തെ നമ്മുടെ ഫേവറേറ്റ് ബോക്സ് നമ്പർ 5 ആണ്. അതിലെന്താകുമെന്ന് ഇനി നമുക്ക് കണ്ടു കാണാം. ഡാരിയാണ് എല്ലാം ചൂസ് ചെയ്യുന്നത്. ബ്ലൂ പോയപ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് കൂടി. ഡാരി എടുത്തതൊക്കെ ബ്ലൂ ബോക്സ് ആയിരുന്നു. ഇടയ്ക്ക് ഞാൻ പ്രസ് ചെയ്തതൊക്കെ റെഡിലോട്ടും പോയി. ബാങ്കർ വിളിക്കുന്നു. ഇവരെങ്ങനെയല്ലേ ഈ ഗെയിമൊക്കെ സെറ്റ് ചെയ്യുന്നത്? 9 ടിക്കറ്റ്സ് ആണ് ബാങ്കറിൻ്റെ ഓഫർ. എനിക്ക് അവസാനം വരെ കളിക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് വന്നാലും നോഡിയിൽ കൊടുത്ത് പോകാം എന്ന ഉദ്ദേശത്തിലായിരുന്നു ഞാൻ അവിടെ നിന്ന്. പോയി ഗൈസ്, പോയി. ബിഗ്ഗസ്റ്റ് എമൗണ്ട് പോയി. വീണ്ടും ഓൾമോസ്റ്റ് റെഡെല്ലാം പോയിട്ടോ.
അവസാനത്തെ കയ്യിലുണ്ടായിരുന്ന എല്ലാം പോയി. ഇനിയിപ്പോൾ ഫുള്ള് ബ്ലൂ ആ കയ്യിലുള്ളത്. ബാങ്കർ വിളിക്കുന്നു. 6 ആണ് ഓഫർ. അവസാനം വരെ കളിക്കണമല്ലോ. നോ ഡീൽ. ഇനി തുറക്കാനുള്ള 3 ബോക്സാണ്. അങ്ങനെ ദേ ഒന്ന് പോയി കിട്ടി, ഏറ്റവും ചെറുത്. ഇതായിരുന്നു കഴിഞ്ഞ തവണ കളിച്ചപ്പോൾ എൻ്റെ ബോക്സിലുണ്ടായിരുന്നത്. ചെറുതൊക്കെ പോകുന്നുണ്ട്. 15 കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് വീണ്ടും നമുക്ക് ബാങ്കറിൻ്റെ ഓഫർ വന്നു. 6 ടിക്കറ്റ്സ് അഗൈൻ. അവസാനം വരെ കളിക്കണമല്ലോ. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ നോ ഡീൽ ഫ്രം ആ സൈഡ്. 2 ബോക്സ്. ലാസ്റ്റ് വൺ is 7. പോയി ഗൈസ്, പോയി. അങ്ങനെ നമ്മുടെ മിനിമം 15 ടിക്കറ്റ്സ് കിട്ടും എന്നുള്ള ഉറപ്പിൽ 45 എടുത്തോ ഡീൽ. നോക്കാം 15. പക്ഷേ ട്വിസ്റ്റ് ഇവിടെയാണ് ഗൈസ്. എൻ്റെ ബോക്സിൽ 75 ഉണ്ടായിരുന്നു. 75. ഗിഫ്റ്റായിട്ട് നമുക്കൊരു പെൻസിലും ബൗൺസിങ് ബോളുമാണ് കിട്ടിയത്. പിന്നെ ഇതേ ഡാഡിയുടെ കയ്യിലിരിക്കുന്ന ഈ റെയിൻബോ ലോലിയും. അവൻ ആദ്യമൊക്കെ അത് നുണച്ച് നടന്നു, പിന്നെ അതെൻ്റെ കയ്യിലായി അവസാനം. ഇത് കുറച്ച് ഫോട്ടോഷൂട്ടാണ്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വന്നത് ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഫുഡ് കഴിക്കാനായിട്ട് എത്തിയേക്കോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളിതാ തിരിച്ച് പോവാണ് ട്രെയിനിൽ. See you next time. Bye bye. Bye bye. This is Sean Vicey. This train is the southern service to Chichester, calling at Lancing, East Worthing, Worthing, West Worthing, Dunnington.